യേശുവിൻ്റെ പീഡാനുഭവത്തിലൂടെയും മരണത്തിലൂടെയും കൈവന്ന ദൈവസ്നേഹം ആഴത്തിൽ ധ്യാനിക്കുവാനും അതിനു കാരണമായ നമ്മുടെ പാപങ്ങളെക്കുറിച്ച് പശ്ചാത്തപിക്കുവാനും അനുതാപത്തിലൂടെ ദൈവവുമായി ഐക്യപ്പെടുവാനുമുള്ള അസുലഭ അവസരമാണല്ലോ നോമ്പുകാലം. പ്രാർത്ഥനയും ഉപവാസവും പരിത്യാഗവും വഴി ഒരു പുതിയ സൃഷ്ടിയാകുവാനുള്ള ആഹ്വാനം. ചാക്കുധരിച്ചും ചാരം പൂശിയും ഉപവസിച്ച നിനവേ ജനതയുടെ തീക്ഷ്ണതയും വസ്ത്രമല്ല ഹൃദയമാണ് കീറേണ്ടത് എന്ന് വാദിച്ച ജോയേൽ പ്രവാചകന്റെ ഉദ്ദേശശുദ്ധിയും ശിലാഹൃദയത്തെ മാറ്റി മാംസളമായ ഹൃദയത്തെ പ്രതിഷ്ഠിക്കുവാൻ ആഗ്രഹിച്ച എസെക്കിയേൽ പ്രവാചകന്റെ തീക്ഷ്ണതയും ആത്മാർത്ഥതയും ഒരു നവീകൃത ജീവിതത്തിന് കരുത്തും പ്രചോദനവുമേകുന്നവയാണ്. ഈ ഒരവസരത്തിൽ വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 16-ാം അധ്യായം 24-25 വാക്യങ്ങൾ നമുക്കൊന്ന് ധ്യാനിക്കാം. ആരെങ്കിലും എന്നെ അനുഗമിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അവൻ തന്നെ പരിത്യജിച്ച് തൻ്റെ കുരിശുമെടുത്തുകൊണ്ട് എന്നെ അനുഗമിക്കട്ടെ. സ്വന്തം ജീവൻ കണ്ടെത്താൻ ആഗ്രഹിക്കുന്നവൻ അത് നഷ്ടപ്പെടുത്തും. എന്നാൽ ആരെങ്കിലും എനിക്ക് വേണ്ടി സ്വന്തം ജീവൻ നഷ്ടപ്പെടുത്തിയാൽ അവൻ അത് കണ്ടെത്തും. അതെ, ക്രിസ്തീയ ജീവിതം പരിത്യജിക്കലിൻ്റെ ജീവിതമാണ്. ക്രിസ്തുവിൻ്റെ പൂർണ്ണതയിലേക്ക് വളരുവാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തി പ്രധാനമായും 2 കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ട്. ഒന്നാമതായി സ്വയം പരിത്യജിക്കുക, രണ്ടാമതായി സ്വന്തം കുരിശെടുത്തുകൊണ്ട് കർത്താവിനെ അനുഗമിക്കുക. പലപ്പോഴും നാം മറന്നുപോകുന്ന 2 യാഥാർത്ഥ്യങ്ങളാണിവ. സ്വർഗസ്ഥനായ പിതാവിൻ്റെ പരിപൂർണത എന്ന് പറയുന്നത് ജീവിതത്തിലെ എല്ലാ അവസ്ഥകളെയും ഒരേ മനോഭാവത്തോടെ കാണുവാനുള്ള കൃപയുടെ മനോഭാവമാണ്. അല്ലലും ആനന്ദവും വീഴ്ചയും വിജയവും ഉയർച്ചയും താഴ്ചയുമെല്ലാം ഒരേപോലെ വിലയിരുത്തപ്പെടേണ്ട യാഥാർത്ഥ്യങ്ങളായി കാണുവാൻ കഴിയുമ്പോൾ മാത്രമേ നാം യഥാർത്ഥത്തിൽ നമ്മെ തന്നെ പരിത്യജിച്ചുവെന്ന് ധൈര്യത്തോടെ പറയുവാൻ നമുക്ക് സാധിക്കുകയുള്ളൂ. തനിക്ക് ഓശാന പാടിയപ്പോഴും അവനെ ക്രൂശിക്കുക എന്ന് വിളിച്ചു പറഞ്ഞപ്പോഴും സമനില കൈവടിയാത്ത ഈശോയാണ് യഥാർത്ഥമായി സ്വയം പരിത്യജിക്കലിൻ്റെ മാതൃക. കുരിശെടുത്തുകൊണ്ടുള്ള അനുഗമിക്കലും പ്രയാസകരമായ ഒരു അനുഭവമാണ്. മാറാത്ത രോഗങ്ങളും തീരാത്ത ദുഃഖങ്ങളും സാമ്പത്തിക ബുദ്ധിമുട്ടുകളുമെല്ലാം നമ്മുടെ ജീവിതത്തെ വരിഞ്ഞു മുറുക്കുമ്പോഴും രക്ഷപ്പെടാൻ വഴികൾ തുറന്നു കിടന്നാലും ഇതാണ് എന്നെക്കുറിച്ചുള്ള ദൈവഹിതമെന്ന് ധൈര്യത്തോടെ പറയാൻ ആ കുരിശ് ചുമക്കുവാൻ നമുക്ക് സാധിക്കണം. എന്നാൽ ഇവിടെ ഞാൻ ഒറ്റയ്ക്കല്ല കുരിശ് ചുമക്കുന്നത്. ഗുരുവിനേക്കാൾ വലിയ ശിഷ്യനില്ലെന്ന് പഠിപ്പിച്ചവൻ എനിക്ക് മുൻപേ കുരിശുമായി നീങ്ങുന്നുണ്ട്. ഈ വിശ്വാസം നമ്മെ ഓരോരുത്തരെയും ശക്തിപ്പെടുത്തണം. സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, ഗോതമ്പ് മണി പോലെ അഴിയുന്നില്ലെങ്കിൽ അത് അതേപടി ഇരിക്കും. എന്നാൽ അഴിയുന്നെങ്കിലോ അത് വളരെയേറെ ഫലം പുറപ്പെടുവിക്കുന്നു. അതെ, മെഴുകുതിരി പോലെ ഉരുകാനും ഗോതമ്പ് മണി പോലെ അഴിയാനും ക്രൈസ്തവരായി നാം ഓരോരുത്തരും വിളിക്കപ്പെട്ടിരിക്കുന്നു. മറ്റുള്ളവരെ രക്ഷിക്കുവാനുള്ള ഏക വഴി അവരെ സ്നേഹിച്ച് ഈശോയെ പോലെ അവർക്ക് വേണ്ടി സ്വജീവൻ ത്യജിക്കുക എന്നതാണ്. ഒരുപക്ഷെ നാം അവരെ സ്നേഹിക്കുമ്പോൾ അവർ നമ്മെ തിരിച്ച് സ്നേഹിക്കുകയല്ലായിരിക്കാം ചെയ്യുന്നത്. ഈശോയോട് ചെയ്തതുപോലെ തന്നെ നമ്മെ കല്ലെറിയുകയോ ക്രൂശിക്കുകയോ ആകാം ചെയ്യുന്നത്. സ്നേഹമെന്ന മനോഭാവത്തോടുള്ള സ്വാഭാവിക പ്രതികരണമാണിത്. ഒരുപക്ഷെ നാം ക്രൂശിക്കപ്പെടുന്ന കാൽവരി നമ്മുടെ ഭവനമാകാം, നമ്മുടെ പ്രിയപ്പെട്ടവർക്കിടയിലാകാം. പരിചിതരോ അപരിചിതരോ പ്രിയപ്പെട്ടവരോ എന്തിന് ആർക്കു വേണ്ടി നാം ജീവിച്ചുവോ അവർ തന്നെയായിരിക്കാം നമ്മെ ക്രൂശിക്കുന്നതും. എന്നാൽ ദൈവം നൽകുന്ന ഈ കുരിശുകൾ സന്തോഷപൂർവ്വം സ്വീകരിച്ചാൽ വിവരിക്കാനാകാത്ത വരനിരകളാൽ അവിടുന്ന് നമ്മെ സന്തുഷ്ടരാക്കും. അതിനാൽ പ്രിയപ്പെട്ടവരെ, നമുക്ക് സ്വയം ത്യജിച്ച് കുരിശുമെടുത്തുകൊണ്ട് ഈ ജീവിതയാത്ര നാഥനോടൊപ്പം തുടരാം. അതായിരിക്കട്ടെ ഈ നോമ്പുകാലത്തെ നമ്മുടെ തീരുമാനം.